ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളി തനിമയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ചെയ്ത പ്രകാരം ഹെന്ന ട്രീറ്റ്മെൻ്റ് ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് ഹെന്ന ട്രീറ്റ്മെൻറ്റ് അറിയുന്നുണ്ടായിരിക്കും. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള നല്ല ഹെന്ന എങ്ങനെ വീട്ടിൽ ചെയ്യാം എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത്. ഒരുപാട് പേര് പാർലറിലൊക്കെ പോയിട്ടായിരിക്കും ഹെന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ മറ്റൊരാൾ ചെയ്തു തരുന്നത് തന്നെയാണ് കേട്ടോ എപ്പോഴും ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ പാർലറിലൊന്നും പോകാൻ പറ്റാത്തവർക്ക് വീട്ടിൽ ഈസി ആയിട്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് വീട്ടിൽ തന്നെ അപ്ലൈ ചെയ്യാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് കാണാം. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഈ ഹെന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ മുഴുവൻ ബെനിഫിറ്റ്സ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത് നമ്മുടെ ഹെന്ന പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് സ്റ്റൗവിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ചായ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. കട്ടൻ ചായ, അതായത് മധുരം ഇടാതെ 2-3 സ്പൂൺ നമ്മുടെ തേയില ഇട്ടിട്ട് ചായ നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ആ കറ മുഴുവനായിട്ട്, ആ പൊടിയിൽ നിന്ന് കറ മുഴുവനായിട്ട് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് നേരമായിട്ട് തിളപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ തേയില നന്നായിട്ട് തിളച്ചു തുടങ്ങിയിട്ടാ. അപ്പോൾ ഇത്രയും തിളച്ചാൽ പോരെ, നന്നായിട്ട് തിളയ്ക്കണം. ഒരു 10 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ അത്രയും നല്ലത്. അപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിട്ട് നല്ല ഇതിലിട്ടിട്ട് നല്ല തീയിലിട്ടിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാനൊരു 10 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇനി സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ചായ ഇറക്കി വെക്കാം. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ ഒരു അരിപ്പ് വെച്ചിട്ടുണ്ട്. ഒരു അരിപ്പ് വെച്ചിട്ട് ഈ ചായ തിളപ്പിച്ച വെള്ളം ഞാനൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ചായയിലക്കൊറ്റനൊന്നും വീഴാതെ ആ ചായ മാത്രം അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം. എന്നിട്ട് ഇതൊന്ന് തണുക്കണം കേട്ടോ ഇനി. അപ്പോൾ തണുത്തതിന് ശേഷം വേണം നമുക്ക് ഹെന്ന മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് ആദ്യം ഒന്ന് തണുക്കാനായിട്ട് അനുവദിക്കുക. അപ്പോൾ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് നമുക്കിത് കലക്കിയെടുക്കാം. ഇനി അടുത്തത് ഞാൻ എടുത്തിരിക്കുന്നത് മൈലാഞ്ചി പൊടിയാണ് കേട്ടോ. അപ്പോൾ മൈലാഞ്ചി പൊടി പല ബ്രാൻഡുകൾ അവൈലബിൾ ആണ്. നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഇല ആണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ. ഇല കിട്ടാനില്ല ഇപ്പോൾ, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പൗഡർ എടുത്തത്. ഇല കിട്ടണവരാണെങ്കിൽ ഇല എടുക്കണതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് ഈ മൈലാഞ്ചിപ്പൊടി കലക്കി വെക്കാനായിട്ട് ഞാൻ ഇരുമ്പ് ചീനച്ചട്ടിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇരുമ്പ് ചീനച്ചട്ടി എടുത്തത്. ഇത് ഇരുമ്പ് ചീനച്ചട്ടിയിൽ നമ്മൾ കലക്കി വെക്കണതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അയൺ കണ്ടന്റ് നമ്മുടെ മുടിയിലേക്ക് കിട്ടാനാണ് കേട്ടോ. ഈ പകാലനരയൊക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഇരുമ്പ് ചീനച്ചട്ടിയിൽ കലക്കി വെക്കുമ്പോൾ അയൺ കണ്ടന്റും കൂടെ അവരെ മുടിയിലേക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ അയൺ ഡെഫിഷ്യൻസി മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തണുക്കാൻ വെച്ച ആ തേയിലയില്ലേ അത് ഇതിലേക്ക് ഒഴിക്കാം. കട്ടൻ ചായ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ളത് ഒഴിച്ചിട്ട് നല്ല കട്ടിയായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ലൂസായി പോവരുത്. തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് ഒഴുകി വരും. അപ്പോൾ നമുക്കത് വളരെ ബുദ്ധിമുട്ടായി മാറും കേട്ടോ. അപ്പോൾ നല്ല കട്ടിയായിട്ട് നല്ല തിക്ക് പേസ്റ്റ് ആയിട്ട് കലക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള കട്ടൻ ചായ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കട്ടിയായിട്ട് കലക്കിയെടുത്ത് വെക്കുക. എന്നിട്ട് നമ്മളിതൊരു ഓവർനൈറ്റ് വെക്കണം കേട്ടോ. നമ്മളിപ്പോൾ തലേ ദിവസം രാത്രി കലക്കി വെക്കണതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊരു ഓവർനൈറ്റ് വെച്ചതിന് ശേഷം നമ്മൾ തേക്കുന്ന നേരത്ത് മാത്രം മുട്ടയുടെ വെള്ളം ചേർക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്കൊരു ബാഡ് സ്മെല്ല് വരും. കാരണം മുട്ട കേടുവരും അതിൽ കിടന്നാൽ. അപ്പോൾ തേക്കുന്ന നേരത്ത് മാത്രം മുട്ട ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഓവർനൈറ്റ് വെക്കാതെ കലക്കിയിട്ട് മുട്ട അപ്പം തന്നെ ഇട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം. പക്ഷെ ഒരു ഓവർനൈറ്റ് വെക്കുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. കാരണം നമുക്കതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നന്നായി പിടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അതായത് ഈ മൈലാഞ്ചിയും അതുപോലെ തന്നെ ഈ നമ്മുടെ തേയിലയും ഒക്കെ കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു ബാറ്ററായി മാറും. അപ്പോൾ അത് തലയിൽ അപ്ലൈ ചെയ്യണതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ അയൺ കണ്ടന്റും കൂടെ അതിൽ ചേരുകയും ചെയ്യും. അപ്പോൾ മുട്ടയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴും നല്ല കട്ടി തന്നെയാണ് ഇരിക്കുന്നത്, ഒരുപാട് ലൂസ് ആക്കണ്ട. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ആഡ് ചെയ്യുന്നത് പറഞ്ഞാൽ നാരങ്ങയാണ് കേട്ടോ, ചെറുനാരങ്ങ. അപ്പോൾ അതൊരു പകുതിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പകുതി ചെറുനാരങ്ങ കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഹെന്ന റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് തലയിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് ഏകദേശം ഒരു 1 അവർ നമ്മൾ തലയിൽ വെച്ചിരിക്കണം കേട്ടോ ഹെന്ന. ഇപ്പം മുടി നിരയൊക്കെ ഉള്ളവരാണെങ്കിൽ മുടിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. എണ്ണമയൊന്നും ഇല്ലാതെ മുടി നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഈ ഹെന്ന അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ആ നരച്ച മുടിയൊക്കെ നല്ല ബ്രൗൺ കളറായിട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കണ്ട ഇതാണ് കേട്ടോ നമ്മുടെ കറക്റ്റ് കൺസിസ്റ്റൻസി. കണ്ട നല്ല തിക്ക് പേസ്റ്റ്. വെള്ളം ആവരുത് ഒരിക്കലും. വെള്ളമായി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, തലയിൽ നിന്ന് ഒഴുകി വന്നുകൊണ്ടിരിക്കും. ഇത് കാണാൻ നല്ല കട്ടിയായിട്ടുള്ള പേസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പം മുടി നരയ്ക്കുന്നവർക്കും അതുപോലെ തന്നെ മുടി വളർച്ചയ്ക്കും
അതുപോലെ നല്ല സ്ട്രോങ് ഹെൽത്തി ഹെയറിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഈ ഹെന്ന ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ ഗ്ലൗസ് ഇടുന്നവർ ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ കയ്യിലൊക്കെ റെഡിഷ് കളറാവും. അത് പ്രോബ്ലം ഇല്ലാത്തവർക്കാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങാം. അപ്പം നമ്മൾ മറ്റ് പാക്കുകളൊക്കെ അപ്ലൈ ചെയ്ത പോലെ തന്നെ മുടിയുടെ റൂട്ടിൽ ആദ്യം അപ്ലൈ ചെയ്യാം കേട്ടോ. മുടി ഓരോ സെക്ഷൻ വൈസ് എടുത്തതിന് ശേഷം റൂട്ടിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുടി നിരയുള്ളവരാണെങ്കിൽ ആ നിരയുള്ള ഭാഗത്ത് നന്നായിട്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ അവരെ മുടി ചെമ്പിക്കും. ആ നിരച്ച മുടി മാത്രമേ ചെമ്പിക്കുള്ളൂ കേട്ടോ. നിരച്ച മുടി ചെമ്പിച്ചിട്ട് അത് കാലക്രമേണ കറുത്ത് വരും. അപ്പോൾ അങ്ങനെയുള്ളവർ വീക്കിലി വൺസ് തീർച്ചയായിട്ടും ഉപയോഗിക്കുക. കാരണം നല്ലൊരു ചേഞ്ച് തന്നെ നമ്മുടെ മുടിക്ക് കാണാം. പിന്നെ അതും കൂടാതെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ ഈ ഹെന്ന കൊണ്ട്. അതായത് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്കാൽപ്പ് ഉണ്ടാവാനും നല്ലൊരു കണ്ടീഷണറാണ് പിന്നെ ഈ ഹെന്ന പാക്ക് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡാൻഡ്രഫ്, തലയിലുണ്ടാകുന്ന ചൊറിച്ചിൽ മാറാനും നല്ല ഹെയർ ഗ്രോത്തിനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഹെന്ന പാക്ക്. പിന്നെ നമ്മൾ ഇത് കഴുകി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മുടി ഒന്ന് ഡ്രൈ ആയി പോകും. അപ്പോൾ ഡ്രൈ ആവുകയാണെങ്കിൽ നമ്മൾ ഏത് എണ്ണയാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ അത് ജസ്റ്റ് ഒന്ന് തല കഴുകിയതിന് ശേഷം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഡ്രൈനെസ് വരും ചിലവർക്ക്, അപ്പോൾ അത് മാറി കിട്ടാനാണ്. അപ്പോൾ ഹെന്ന അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രഷസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ബ്രഷ് വാങ്ങി ചെയ്യുന്നവരാണെങ്കിൽ അത് വെച്ച് നല്ല വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അതായത് ഇപ്പം നമ്മൾ പാർലറിലൊക്കെ പോയി ചെയ്യുകയാണെങ്കിൽ അവർ ഓരോ സെക്ഷൻ വൈസ് എടുത്തിട്ട് ബ്രഷ് ചെയ്ത് കെട്ടി വെച്ചാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് കുറച്ചും കൂടെ വൃത്തിയായിട്ട് എല്ലായിടത്തും അത് എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആരെങ്കിലും നമുക്ക് ചെയ്തു തരാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് കേട്ടോ. ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മുടെ തലയിൽ വേറെ ആരെങ്കിലും ഹെൽപ്പിനുണ്ടെങ്കിൽ അവരെ കൊണ്ട് നല്ല നീറ്റായിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ചെയ്യിപ്പിക്കുക കേട്ടോ. ബ്രഷ് ഉപയോഗിച്ചിട്ട് ഓരോ സെക്ഷൻ വൈസ് ആയിട്ട് മുടിയെടുത്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്തതിന് ശേഷം ആ ഭാഗം കെട്ടിവെക്കുക. അങ്ങനെ എല്ലാ ഭാഗത്തും ചെയ്തിട്ട് മുടി നെറുകയിൽ കെട്ടിവെക്കുക കേട്ടോ. എന്നിട്ട് ഒരു 1 hour വെച്ചതിന് ശേഷം നമ്മൾ തല നന്നായി കഴുകി കളയാം കേട്ടോ. അപ്പം ഇതുകൊണ്ട് നമുക്ക് നന്നായി മുടി കൊഴിച്ചിൽ മാറാനൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ ഈ ഹെന്ന പാക്ക്. മുടി വളരാനും മുടി കൊഴിച്ചിൽ മാറാനും ഡാൻഡ്രഫ് മാറാനും മുടി കറുക്കാനും ഒക്കെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഈ ഹെന്ന പാക്ക് കൊണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഇപ്പോൾ 45% സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.